ഹായ് ഹലോ. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന കുറച്ച് പ്ലാന്റ്സ് ആട്ടോ. അപ്പോൾ അതിൽ സ്നേക്ക് പ്ലാന്റ് ഞാൻ ഇന്നലെ തന്നെ ഞാനൊരു വേറെ പോട്ടൊക്കെ സെറ്റാക്കി അതിൽ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചെങ്കിൽ ആ ഒരു പ്ലാന്റിൽ നിന്ന് നമ്മൾ വേറെ പ്ലാന്റ്സ് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലത്തുള്ള ഒരു പ്ലാന്റൊക്കെ നമുക്ക് കിട്ടിയാൽ മതി. നമുക്ക് ആ ഒരു ലീഫ് മതി. ആ ഒരു ലീഫ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വേറെയും ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ആ ഒരു പരീക്ഷണമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടത് നമുക്ക് ഈ ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ ആ ഒരു ലീഫാണ് കേട്ടോ. ആ ഒരു ലീഫ് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളത് ഇതേപോലെ നമ്മുടെ ആ ഒരു ലീഫ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ ഒരു 3 പീസാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഈ ഒരു 3 പീസ് വെച്ചിട്ടാണ് ഞാൻ ഇനി അത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കുക കേട്ടോ. ആ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ആ ഒരു കട്ട് ചെയ്ത് വെച്ചേക്കണ ആ ഒരു ലീഫ് ഇതേപോലെ ഒന്ന് മുക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുക്കി വെച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2-3 ആഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു റൂട്ടൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ എന്തായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു വെള്ളം തീർന്ന് പോകുന്ന അനുസരിച്ചിട്ട് നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ റൂട്ടൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ നേരെ ഏതെങ്കിലും ഒരു പോട്ടിലേക്ക് നമ്മൾ നടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു ലീഫ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഒരു 2-3 ആഴ്ച ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് റൂട്ട്സൊക്കെ നമുക്ക് വന്നു തുടങ്ങും. അപ്പോൾ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഈ ഒരു ക്ലാസ്സിലൊക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ റൂട്ട്സൊക്കെ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ എപ്പോഴും നമുക്ക് പൊക്കിയൊന്നും നോക്കണ്ടല്ലോ. ദെൻ നമ്മുടെ ആ ഒരു സംഭവം നമ്മൾ എവിടെയെങ്കിലും ഒരു ഷെയ്ഡിലേക്ക് വെച്ച് കൊടുക്കുക. അതൊന്ന് സെറ്റായതിന് ശേഷം നമുക്ക് വേറെ പോട്ടിലേക്ക് നമുക്ക് നടാം കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് അടിച്ചേക്കാം കേട്ടോ.